സാറിനെ കാണാൻ ചാനലിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. അയ്യോ, ചാനലുകാരുടെ ഇന്നത്തെ അത്താഴം ഞാനായിരിക്കുമോ കർത്താവേ? ഇങ്ങനൊക്കെ നാണമാനം ഇല്ല. ഇങ്ങനെയുള്ള മാലങ്ങളുടെ വൃത്തിയുടെ സാധനത്തിനകത്തൊക്കെ പോയി തലവയ്ക്ക്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒന്നും പറയാനില്ല, വെറും കാട്ടവരാ. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ, ഞാൻ പേടിച്ച്. ശശി സാറ് പേടിപ്പിക്കുന്നു. ഇതൊന്ന് പേടിച്ചേ. അത് കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം, അതാണ് ആദ്യം വേണ്ടത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. 3 മണിക്കൂർ അതിനകത്ത് ഇരുന്ന് പെരുത്ത്. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ടോർച്ചറാണോ? വളരെ ദയനീയം. ആളുകള് വിവരറിഞ്ഞ് വിളി തുടങ്ങി. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. ഞാനങ്ങ് പോട്ട്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അസഹനീയമാണ്. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. 2026 ആദ്യത്തെ പൊങ്കൽ ഗുണ്ട് നമ്മളെ പ്രഭാസിന്റെ വകയായിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. കോമഡി ഹൊറായിട്ട് ഒരു തേങ്ങയില്ല അതിനകത്ത്. കോമഡി ആയിട്ട് കണ്ടിരിക്കാനില്ല. ഒരു ഇതുമില്ല, വെറും വേസ്റ്റ്. നീ പറയുന്നതിന് ഇടയ്ക്ക് പറയണ്ട. ആവശ്യമില്ലാതെ ഷൈൻ ചെയ്ത് കേട്ടോ. പ്രഭാസിന്റെ ഇമാതിരി കണ്ടിട്ടില്ല. അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. പ്രഭാസ് ഫാൻസിനൊക്കെ കണ്ടിരിക്കാൻ പറ്റുമോ? സാർ, എല്ലാം തകർന്നു. എനിക്കണ്ടോ പ്രഭാസിന് ഇതല്ല ഇത് കിട്ടണ്ട. ഇയാൾക്ക് ഇതിനേക്കാളും വലുത് കിട്ടണം. ഇയാൾ ചെറുതൊന്നും കൊണ്ട് നിൽക്കൂല. ഇയാള് പാനിന്റെയും ഗുണ്ട് പൊട്ടിച്ച് സ്വന്തമായിട്ട് തന്നെ ഇല്ലാതാവാൻ നടക്കണമെന്ന് തോന്നുന്നു. എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, കറക്റ്റ് തെരങ്ങുവാണെന്നല്ല. ഇത്രയും വലിയ അപരാധം പ്രഭാസിന് ഒരു മാറ്റമില്ല. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബോറായിരുന്നു. ജനനായകം ഇറങ്ങാത്തതിന്റെ വിഷമത്തിലാണ്. അത് തീർന്നോ? ആ വിഷമം മാറി ഇത് കണ്ടാല്? മാറും, നല്ലോണം മാറും. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? കൊല്ലോ, എന്റെ അടുത്ത കടം വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവൻ തലവൊട്ടി ചത്തു. അമ്മാരി അവസ്ഥയാണ്. എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ?